കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടോ ഗൈസ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ താഴെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് മോളേക്ക് കയറി വന്നപ്പോൾ കാണുന്നൊരു അവസ്ഥയാണ് കേട്ടോ ഇത്. ബെഡെല്ലാം പുറത്തെടുത്തിട്ട് ഹസ്ബൻഡ് റൂം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കാണ്. ഓൾറെഡി 2 ദിവസം മഴയും കുഞ്ഞിന് സുഖമില്ലാത്തതൊക്കെ കാരണം എനിക്ക് 2 ദിവസത്തെ തുണികൾ മടക്കാനുണ്ടായിരുന്നു. എനിക്ക് നല്ല ചൂടത്ത് വെയിലോട് കൂടി ഒന്ന് കിട്ടുന്ന തുണികളാണ് കേട്ടോ കുറച്ചും കൂടി ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ മഴ ആയതുകൊണ്ട് വർക്ക് ഏരിയയിലും പുറത്തൊക്കെ കിടന്നിരുന്ന ഡ്രസ്സ് വെയിൽ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് ചൂടാക്കി 2 ദിവസങ്ങളിൽ കൂട്ടി വെച്ചിരുന്നതാണിത്. ഞായറാഴ്ച ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുന്ന ദിവസം കുഞ്ഞിനെ കൊടുത്തിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ താഴെ പണിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, എന്തായാലും തുണി മടക്കാനുണ്ടല്ലോ, അപ്പോൾ റൂമൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ബെഡ് എടുത്ത് പുറത്ത് വെച്ച് എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കിളി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിനെ ഒന്ന് മാനേജ് ചെയ്ത് അസുഖമായതുകൊണ്ട് അവനൊന്ന് റെഡിയാക്കിയിട്ട് വേണം ഈ പണികളൊക്കെ ചെയ്യാൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ദിവസം കൊണ്ട് തീരുന്ന പണിയല്ല, 2 ദിവസം എടുക്കും എനിക്കിത് കഴിയാനെന്ന് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇതുപോലെ എട്ടിൻ്റെ പണി കിട്ടിയ വീഡിയോസ് ഇനിയും കാണാം കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ കുറച്ച് ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വരുന്ന സാധനങ്ങൾ മുഴുവൻ അതിൻ്റെ പുറത്തായിരിക്കും കൊണ്ടുവന്ന് ഇടുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഞങ്ങൾ അയൺ ചെയ്യുന്ന ടേബിളിലാണ് ഡ്രസ്സ് മടക്കി വെച്ചിരുന്നത്. അവിടെ ഇപ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ കിടന്നത് ഇവിടെ കിടന്നത് എല്ലാം പേർക്ക് എൻ്റെ മുകളിലിട്ടിട്ട് എനിക്കിപ്പോൾ ഫുള്ള് വൃത്തിയാക്കേണ്ട അവസ്ഥയാണ്. ഞാൻ പതുക്കെ തുണികൾ മടക്കി തുടങ്ങി. കുഞ്ഞ് വരുന്നതിന് മുമ്പൊക്കെ ഞാൻ നല്ല ഭംഗിയിൽ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ നല്ല ഷേപ്പിൽ മടക്കി ഉള്ളിലേക്ക് കയറ്റി നല്ല ഭംഗിയാക്കിയൊക്കെ മടക്കി വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇവനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും മടക്കി ഒന്ന് സെറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ആ ഫാഷനബിൾ മടക്കലൊക്കെ മാറ്റിയിട്ട് സാധാ രീതിയിലാണ് കേട്ടോ തുണി മടക്കുന്നത്. അപ്പോൾ ഇത്രയും തുണി ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈം എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ തുണി മടക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ആ ബെഡ് അങ്ങ് പിടിച്ചിടാം, ചാറ്റൽ മഴ വരുമ്പോൾ പിന്നെ വെയിൽ വന്നാൽ ബുദ്ധിമുട്ടല്ലേ, വെയിലത്ത് കിടക്കുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം പോയി ബെഡ് എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ബെഡ് കൊണ്ടുവന്നിട്ടു കേട്ടോ. അപ്പോൾ വെയിലത്ത് തന്നെ ഈ ബ്യൂറോയിൽ ഇരുന്ന കുറച്ച് ഡ്രസ്സുകളും കൂടെ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ബാഗിൽ നിന്ന് നമ്മൾ പുറത്തെടുത്തില്ല. ആ ബാഗിൽ പാടി തന്നെ ജസ്റ്റ് ഒന്ന് വെയിലത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ കൈയോടെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഒപ്പം അതും അവിടെ തന്നെ കിടക്കും. എനിക്കാണെങ്കിൽ പൊതുവെ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഡ്രസ്സ് മടക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം കൂടി പോവുകയും ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര പേരുണ്ട് എന്നെപ്പോലെ തുണി മടക്കാൻ ഇഷ്ടമില്ലാത്തവരെന്ന് അറിയാലോ. ബാക്കി എന്ത് ജോലിയും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ തുണി മടക്കുന്ന പരിപാടി എന്തുകൊണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചെയ്താൽ അങ്ങ് തീരൂല. നമ്മൾ വിചാരിക്കും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കൂല, ഒരിക്കലും നടക്കലില്ല. മടിയൻ മല ചുമക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ കൂട്ടി വെച്ച പണി ഇപ്പം നമുക്ക് തന്നെ പണിയായിട്ടോ. ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് അത് തീർന്നില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബെഡൊക്കെ വിരിച്ച് ഞങ്ങൾ അന്നത്തെ പണി അവിടെ നിർത്തി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഈ മടക്കി വെച്ച ഡ്രസ്സുകളൊക്കെ അലമാരിലേക്ക് എടുത്തു വെച്ചത് കേട്ടോ. ഞാൻ എപ്പോഴും ഇതുപോലെ കുറച്ച് സ്റ്റോറേജ് ബോക്സസിലാണ് കേട്ടോ എൻ്റെ സാധനങ്ങൾ വെക്കാറ്. അതാകുമ്പോൾ നമ്മുടെ അലമാരിയിൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും, നമ്മൾക്ക് കുറച്ചുകൂടെ വൃത്തിയുമായിരിക്കും അലമാര കാണാനായിട്ട്. അപ്പം മക്കളുടെ റൂം ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ആണെങ്കിലും ഡ്രസ്സുകൾ ഇതുപോലെ ബോക്സസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്താണ് വെക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അതുപോലെ ഡ്രസ്സുകൾ എപ്പോഴും മടക്കി വെക്കുമ്പോൾ അതിൻ്റെ ജോഡിയോടൊപ്പം വെക്കുകയാണെങ്കിൽ പല സ്ഥലത്തുനിന്ന് പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ പല സ്ഥലത്തുനിന്ന് തപ്പിയെടുക്കുന്നതിന് പകരം ഒറ്റ സ്ഥലത്തു നിന്ന് നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈമും ലാഭിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്ത് നമ്മൾ ഡ്രസ്സ് തപ്പുമ്പോഴായിരിക്കും പാൻ്റ് ഒരു സ്ഥലത്തായിരിക്കും, ടോപ്പ് ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മാറ്റം വന്നു കേട്ടോ. ഞാനിതൊക്കെ എനിക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിതൊക്കെ ഓരോന്നും കണ്ടുപിടിച്ചത്. ഈ ബോക്സസൊക്കെ ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ. പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നിച്ച് വാങ്ങിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും ഓൺലൈനായിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ വരുന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് കാർട്ടിൽ ആഡ് ചെയ്തിടും. എന്നിട്ട് ഓഫർ വരുന്ന സമയത്ത് നമുക്ക് പറ്റിയ ഒരു റേറ്റിന് നമ്മളിത് പർച്ചേസ് ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സംഭവമാണ് ഈ ബോക്സസ്. കാരണം കുറച്ചും കൂടെ നമ്മുടെ അലമാര കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വൃത്തി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. ഡ്രസ്സുകളൊക്കെ മടക്കി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയയും കൂടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി നല്ലോണം പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് മെഷീൻ ശരിക്കും സ്റ്റിച്ചിങ് മെഷീൻ അതിൻ്റെ ഇടയിൽ പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് നന്നായിട്ട് തുടച്ചതിൻ്റെ കവറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ അതിൻ്റെ കവറും ഇട്ട് ആ ഒരു പണി അങ്ങ് തീർത്ത് വെച്ചു.
അതുപോലെ ഷോളുകളൊക്കെ ഇടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹാങ്ങറും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അലമാരിയിൽ ഷോളുകൾ ഇതിൻ്റെ എന്തോ 5 സെറ്റ് എന്തോ കിട്ടും നമുക്ക്. ഈ ഹാങ്ങർ 5 ഹാങ്ങറായിട്ട് എന്തോ ആണ് നമുക്ക് സെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഷോളുകൾ വലിച്ചു വാരി ഇടാതെ ഒരെണ്ണം അങ്ങ് വലിച്ചെടുക്കാൻ പറ്റും. അതിൽ നിന്ന് കറക്റ്റായിട്ട് ഒന്നിങ്ങ് ചാടിപ്പോന്നോളും. അപ്പോൾ ബാക്കിയുള്ള ഷാളുകൾ അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ. കഥകൾ പറഞ്ഞു തന്ന പണി കഴിഞ്ഞത് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. സ്റ്റേ ട്യൂൺഡ്. ബൈ.